കർഷകർ അന്ത്യനാളിൽ റബ്ബിനോട് ഏറ്റവും കൂടുതൽ സാമീപ്യമുള്ളവരാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതായി കാണാം. അതേപോലെ തന്നെ ആവശ്യത്തിന് മഴ ലഭിക്കാതിരിക്കുന്നതല്ല യഥാർത്ഥത്തിൽ ദാരിദ്ര്യം, മറിച്ച് മഴ ലഭിച്ചിട്ടും കൃഷി വിളയാതിരിക്കുന്നതാണ് യഥാർത്ഥ ദാരിദ്ര്യമെന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം. ഐഹിക ലോകത്തെ അന്തസ്സാർന്ന ഉപജീവിതവും പാരത്രിക ലോകത്തെ അനശ്വര സൗഭാഗ്യവുമാണ് പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ഇഹത്തിലും പരത്തിലും ഐശ്വര്യപൂർണമായ ജീവിതം കൈവരിക്കാൻ മനുഷ്യ സമൂഹത്തെ പ്രാപ്തമാക്കലാണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ ലക്ഷ്യം. ഈ യാഥാർത്ഥ്യത്തോട് ചേർന്ന് വേണം കാർഷിക വൃത്തിയെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളെ വിലയിരുത്താൻ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഔഷധം എന്നിവയെല്ലാം മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളാണ്. കൃഷി, മൃഗസംരക്ഷണം എന്നിവയിൽ നിന്നാണ് മനുഷ്യൻ പ്രധാനമായും ഇവ കണ്ടെത്തുന്നത്. ഭക്ഷണത്തിന് ആവശ്യമായ ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പാല്, മാംസം, വസ്ത്രനിർമ്മാണത്തിനാവശ്യമായ പരുത്തി, കമ്പിളി വസ്ത്രങ്ങൾ, പാദരക്ഷ നിർമ്മിക്കാനാവശ്യമായ വസ്തുക്കൾ, മറ്റു വസ്തുക്കളും എല്ലാം ലഭിക്കുന്നതും കൃഷിയിലൂടെയും മൃഗസംരക്ഷണത്തിലൂടെയുമാണ്. അതിനാൽ കൃഷി മനുഷ്യ സമൂഹത്തിൻ്റെ അനിവാര്യ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അതിന് കൂടുതൽ ഊന്നൽ നൽകിയതും. സ്വന്തം കൈകൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതിനേക്കാൾ ഉത്തമമായ മറ്റൊന്ന് ഇല്ല എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം. കാർഷിക വൃത്തിയെക്കുറിച്ചും കാർഷിക ഉൽപ്പന്നങ്ങളെക്കുറിച്ചും ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ട്. കായ്ഫലങ്ങളാൽ സമൃദ്ധമായ തോട്ടങ്ങളെയും തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന വൻമരങ്ങളെയും പുൽച്ചെടികൾ അതുപോലെ തന്നെ ഭക്ഷ്യയോഗ്യമായതും അല്ലാത്തതുമായ സസ്യലതാദികളെയും ഒക്കെ പരാമർശിച്ചു കൊണ്ടുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം വളരെ സമ്പന്നമാണ്. ഭൂമിയുടെ അലങ്കാരമെന്നാണ് ചെടികളെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ള സസ്യലതാദികളെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സമൃദ്ധിയുടെ അടയാളമായിട്ടാണ് പച്ച ധാന്യക്കുലകളെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. കൃഷിയിടങ്ങളിൽ നിന്നും മനുഷ്യർ കഴിക്കുന്നതിലും പക്ഷി മൃഗാദികൾ കഴിക്കുന്നതിനും മോഷ്ടിക്കപ്പെടുന്നതിനും അഥവാ കക്കപ്പെടുന്നതിനും പോലും കട്ടുകൊണ്ടുപോകുന്നതിന് പോലും ഒരുപാട് പ്രതിഫലം ഉണ്ട് കൃഷി ഇറക്കിയവന് എന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്.